ബംഗളൂരുവിൽ മലയാളിയുടെ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ മരിച്ചു. തളിക്കുളം പത്താങ്കല്ലി സ്വദേശിനി മങ്ങാട്ട് വീട്ടിൽ 47 വയസ്സുള്ള സുനിതയാണ് മരിച്ചത്. ബംഗളൂരുവിൽ തെരുവുനായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തുന്ന മലയാളി ദീപക് കൃഷ്ണനാണ് സുനിതയെ ക്രൂരമായി മർദ്ദിച്ചത്. ഞായറാഴ്ചയായിരുന്നു സുനിതയ്ക്ക് മർദ്ദനമേറ്റത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരണം. തലച്ചോറിന് ഗുരുതര പരിക്കേറ്റ നിലയിലായിരുന്നു ഇവർ. ലൈംഗിക അതിക്രമത്തിന് ഇരയായതായും എഫ്ഐആറിൽ പറയുന്നു. തളിക്കുളത്ത് തെരുവുനായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തുന്ന സുനിത പത്രപരസ്യം കണ്ടാണ് ബംഗളൂരുവിലേക്ക് എത്തിയത്. സഹോദരിയുടെ മകളും കൂടെ ഒരു തൃശൂർ സ്വദേശിനിയും ഒപ്പമുണ്ടായിരുന്നു. ദീപക് കൃഷ്ണന്റെ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളും മദ്യപാനവും കാരണം ജോലി നിർത്തി പോകുകയാണെന്ന് സുനിത പറഞ്ഞിരുന്നു. കൂടുതൽ പണം വാഗ്ദാനം ചെയ്തെങ്കിലും സുനിത സമ്മതിച്ചില്ല. ഇതേ തുടർന്നായിരുന്നു മർദ്ദനമേറ്റതെന്ന് പറയുന്നു. മാസം 40,000 രൂപ നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ സുനിതയെ ജോലിക്കായി വിളിച്ചതെന്ന് ഭർത്താവ് സിൻഡോ പറഞ്ഞു. 14 ദിവസം മുമ്പായിരുന്നു സുനിത ബംഗളൂരുവിലേക്ക് പോയത്. സുനിതയുടെ കൊലപാതകത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസും കർണാടക പോലീസും അന്വേഷണം ആരംഭിച്ചു. ദീപക് കൃഷ്ണ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ സുനിതയെ ആദ്യം കർണാടകയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ബന്ധുക്കളെത്തി നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു.